കാസർഗോഡ് വ്യാജ സ്വർണം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചയാൾ പോലീസിന്റെ പിടിയിൽ. മണ്ടേക്കാപ്പ് സ്വദേശി മുഹമ്മദ് അൻസാറാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിലെ പ്രതിയാണ് അൻസാർ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ KSTA ജില്ലാ സമ്മേളനം നടത്തി. സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പോരാടാൻ KSTA ആഹ്വാനം ചെയ്തു. തൃശൂർ കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലിങ്കിലിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റവരെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. തിരുവനന്തപുരം വർക്കലയിലെ റിസോർട്ടുകളിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ മയക്കുമരുന്ന് പിടികൂടി. ന്യൂ ഇയർ പ്രമാണിച്ചുള്ള പ്രത്യേക പരിശോധനയിലാണ് തമിഴ്നാട് സ്വദേശികളിൽ നിന്നും 5 ഗ്രാം മയക്കുമരുന്ന് പിടികൂടിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അഞ്ചുതെങ്ങിന് സമീപം നിർത്തിയിട്ട ഓട്ടോ ടാക്സി കത്തിയ നിലയിൽ. അഗ്നിശമന സേനയെത്തി തീയണച്ചു. പെട്രോൾ ഉപയോഗിച്ച് കത്തിച്ചതാകാമെന്നാണ് നിഗമനം. കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന മാർത്താണ്ഡം സ്വദേശികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 6 കിലോയിലധികം കഞ്ചാവുമായി തൃശൂരിൽ 2 പേർ പിടിയിൽ. കുഴിക്കാട്ടുകരി സ്വദേശി ഡെനിൻ ജോൺസൺ, ചെല്ലാനം സ്വദേശി സ്റ്റെമിൻ എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെടുമങ്ങാട് ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആനാട് ജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തവനൂർ വയോജന മന്ദിരത്തിൽ ചേരൂരാൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്നേഹ സന്ദർശനം നടത്തി. കുട്ടികൾ അന്തേവാസികളുമായ അനുഭവങ്ങൾ പങ്കിട്ടു. വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന സമ്മാനപ്പൊതികളും വസ്ത്രങ്ങളും അന്തേവാസികൾക്ക് കൈമാറി.